സൂപ്പർ ബ്രാൻഡ് അവസാന ഘട്ടത്തിലേക്ക് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ ഈ പറഞ്ഞ CBI ഹാപ്പി രാജേഷ് വധക്കേസ് 7 പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ്. 127 സാക്ഷികളുണ്ടായിരുന്നു. പ്രതികളുടെ ഫോൺ രേഖകൾ നിരത്തിയാണ് CBI ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കോടതിയിൽ വാദിച്ചത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? 18 തെളിവുകൾ ഹാജരാക്കി. എന്ന് വെച്ചാൽ പ്രതികൾക്കെതിരെയുള്ള ശാസ്ത്രീയ സാഹചര്യ തെളിവുകളാണ് ഹാജരാക്കിയത്, ഫോൺ രേഖകളടക്കം. എന്ന് വെച്ചാൽ ഇപ്പോൾ നാം ഈ കേസിൽ എന്താണോ കാണുന്നത് ആ രൂപത്തിലുള്ള അന്വേഷണം അവിടെ CBI തന്നെ നടത്തി. നിങ്ങളിനി അപ്രോച്ച് ചെയ്യാനിരിക്കുന്ന ഏജൻസി നടത്തി. 18 സാക്ഷികൾ കൂറുമാറി. നിർണായകമായ തെളിവുകൾ നൽകുന്നതിനുള്ള സാക്ഷികളാണ് കൂറുമാറിയത്. ഇതോടെ എന്ത് പറ്റി? ഈ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പൊരുത്തപ്പെടാതെയായി. കോടതിക്ക് CBIയുടെ വാദഗതികളൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. 7 പ്രതികളെയും വെറുതെ വിട്ടു. അപ്പോൾ ഇതാണ് ഈ 120B അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പരിണത ഫലം. അല്ല, വേണു പറഞ്ഞ കാര്യം ശരിയാണ്. ഈ കേസിലല്ല, ഏത് കേസിലായാലും സാക്ഷികൾ കൂറുമാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി അങ്ങനെ വരാം. ഇവിടെ ഇന്ന് കണ്ടു തുടങ്ങിയല്ലോ. അതാ ഞാൻ പറഞ്ഞത്, പണമുണ്ടെങ്കിൽ സ്വാധീനമുണ്ടെങ്കിൽ ആർക്കും എന്തു ആകാം. അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയാം, ഈ കേസിലെ പ്രതികളെ കണ്ടെത്താനും കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാനും കഴിഞ്ഞത് വഴി പ്രതികളാരാണെന്നറിയാൻ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അറിയാനുള്ള അവകാശമുണ്ടല്ലോ കേരളത്തിലെ പൊതുജന സമൂഹത്തിന്. ആരാണ് ഈ കൃത്യം നിർവഹിച്ചത്, അവർ കൺവിക്റ്റ് ചെയ്യപ്പെടുന്നോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. കാരണം സത്യമല്ലല്ലോ ഇവിടെ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കോടതിയിൽ എപ്പോഴും എവിഡൻസാണ്. ആ എവിഡൻസിൽ 18 സാക്ഷികൾ കൂറുമാറിക്കഴിഞ്ഞാൽ ഈ കേസിലും ചിലപ്പോൾ നാളെ ഈ കേസ് ഫ്രെയിം ചെയ്ത് ആരാണോ പ്രതികളായി വരുന്നത് ആ പ്രതികളായി വരുന്നവരെ ഈ സാക്ഷികളെല്ലാം കൂറുമാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുതെ വിടും. കാരണം നമ്മൾ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ, ഇവിടെ നാളെ ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്. രണ്ട് ഇതുപോലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി കേരളത്തിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇത് പുറത്തു പറയൂ, പുറത്തു പറയാൻ ധൈര്യപ്പെടുവോ? കാര്യം പുറത്ത് പറഞ്ഞിട്ട് 164 മൊഴി കൊടുത്തിട്ട് എൻ്റെ അവസ്ഥ ഇതാണ് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥ ഇതാണെന്ന് കണ്ടാൽ നാളെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടായാൽ അവർ പുറത്തു മിണ്ടില്ല. മാനഭയമോർത്ത് അവരെല്ലാം സഹിക്കും. അതില്ലാതാകണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. ശരി, ആരാണോ ഈ കൃത്യം ചെയ്യാൻ ഏൽപ്പിച്ചത് ആ ചെയ്യാൻ ഏൽപ്പിച്ചവർ സമൂഹത്തിന് മുമ്പിൽ പ്രതിസ്ഥാനത്തെത്തണം. അത്രയേ ഉള്ളൂ. നാളെ കൺവിക്ഷനൊക്കെ കോടതിയുടെ കാര്യമാണ്. പ്രതികളെ അറിയാനുള്ള അവകാശം കേരളത്തിലെ പൊതുജന സമൂഹത്തിനുണ്ട്, ആകാംക്ഷയുണ്ട്. ആ അറിയാനുള്ള അവകാശം അനുസരിച്ച് ഒറിജിനൽ പ്രതികളെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനാണ് ഈ ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നത്. അതിനെടുക്കില്ല. അതുകൊണ്ടാണ് CBI വേണമെന്ന് പറയുന്നത്. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇപ്പോൾ തന്നെ ഈ കൂറുമാറ്റത്തിൻ്റെ ഒരു പ്രക്രിയ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് കൈപൊള്ളേണ്ട എന്നൊരു നിലപാടിലേക്ക് പോയാലോ? അല്ല, ഇതിനകത്ത് പോലീസിന് കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ കൈ പൊള്ളും. കാരണം ഈ കേസിനകത്ത് ഒരു കൊട്ടേഷൻ ഉണ്ടെന്ന് പോലീസ് മാത്രമല്ല സമൂഹം മുഴുവൻ എല്ലാവർക്കും അറിയാം. അത് പോലീസ് കണ്ടുപിടിച്ചാൽ അവർ ദയനീയമായി പരാജയപ്പെടും. അപ്പോൾ അത് ഇതിനകത്ത് എനിക്കൊരു റിക്വസ്റ്റ്, നമുക്ക് കൊട്ടേഷൻ കൊടുത്ത ആരാണെന്ന് കണ്ടുപിടിക്കണം. അത് ഇന്ന ആൾ വേണം, സിനിമാ ലോകത്തുള്ളവരാകണമെന്ന് നിർബന്ധമില്ല. ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതേ സമയത്ത് ഞാൻ പറയുന്നത്, ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പെരുമ്പാവൂർ സർക്കിൾ ഇൻസ്പെക്ടറാണ്. എന്തിനാണ് ഈ മേലുദ്യോഗസ്ഥന്മാർ ആവശ്യമില്ലാത്ത ഓരോരുത്തരെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്തൊക്കെ പോകുന്നത്? അത് എനിക്ക് മനസ്സിലാകുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മനസ്സിൽ കൂടിയാണ് അന്വേഷണം പോകേണ്ടത്. ആ മനുഷ്യനാണ് 13 മണിക്കൂർ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്തെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ആ ADP എവിടെ കൊടുക്കും? അത് അല്ല, അവർ സൂപ്പർവൈസറി മാത്രമേ ഉള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരുത്തം മാത്രമാണ്. ഇനിയെങ്കിലും കേരള പോലീസ് മനസ്സിലാക്കണം. ആ കാണുന്നവരും വരുന്നവരും ഒക്കെ ഓരോരുത്തരെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ സംഭവം എനിക്കുണ്ടായത് ജഗതി ലക്ഷ്മി കൊലക്കേസിനകത്ത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച ആ കേസിനകത്ത് അന്നത്തെ DGP കൃഷ്ണൻ നായർ അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ എൻ്റെ കേസിന് കഴകവിരുദ്ധമായ കാര്യങ്ങൾ കോൺട്രഡിക്ഷൻ അവിടെ വന്നു. അന്ന സമയത്ത് ഞാൻ ആ പ്രസ് കോൺഫറൻസിന് പങ്കെടുത്തില്ല. എനിക്കതിന് വഴക്കും കിട്ടി. അദ്ദേഹത്തിനെ പ്രതിഭാഗം സാക്ഷിയായിട്ടിട്ടു. അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനല്ല. എങ്ങനെയാണ് ആ കേസിനെ പറ്റി അഭിപ്രായം പറയണത്? അതുകൊണ്ട് ഇവിടെ ആ പെരുമ്പാവൂർ CI മാത്രം അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിന് വിടണം. സ്വതന്ത്രമായിട്ട് അദ്ദേഹം അന്വേഷിക്കട്ടെ. മറ്റുള്ളവരൊന്നും ഇൻ്റർഫിയർ ചെയ്യേണ്ട. ആവശ്യമില്ലാതെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തരെ വിളിച്ചു വരുത്താനൊന്നും പോകണ്ട. അവിടെ നടക്കട്ടെ. അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ സഹായികൾ ആവുന്നുള്ളൂ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരല്ല. ശരി, അഡ്വക്കേറ്റ് രാജകുമാർ, ഈ കേസിൻ്റെ ഗതി എന്താണ്? ഇതിൻ്റെ ഭാവി എന്താണ്?
ഈ കേസിൻ്റെ ഗതി രണ്ട് രീതിയിലായിരുന്നാലും ഈ അന്വേഷണ സംഘം നമ്മളെ ഞെട്ടിക്കും. ഒന്ന്, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അവരെ ഉൾപ്പെടുത്തി ഈ കേസിൽ രണ്ടാം ചാർജ് ഷീറ്റ് വരും. ഇല്ലെങ്കിൽ ഇത് കൂടുതലായി ഒന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ അടച്ചു വെച്ച് നമ്മളെ ഞെട്ടിക്കും. ഈ രണ്ട് രീതിയിൽ ഏത് വേണമെന്ന് അന്വേഷണ ഏജൻസി സ്വയം തീരുമാനിക്കട്ടെ. അവരെ ഈ സമൂഹം മുഴുവൻ നോക്കുന്നുണ്ട്, ഈ സർക്കാരിനെ ഈ സമൂഹം മുഴുവൻ നോക്കുന്നുണ്ട്. ഇത് ഒരു രണ്ടാം പാലേരി മാണിക്യമായി കേരളത്തിൽ അവസാനിക്കാതിരിക്കട്ടെ. അഡ്വക്കേറ്റ് BA ആളൂർ, ഈ പ്രതികൾ തന്നെ പരസ്പര വിരുദ്ധമായി സംസാരിച്ചു തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ പ്രബലരുണ്ട് എങ്കിൽ അത് ഇപ്പോൾ വന്ന ചോദ്യം ചെയ്യലിന് ആയവരാകണമെന്നില്ല. അങ്ങനെ ഒരു ധ്വനി എൻ്റെ ചോദ്യത്തിലില്ല. ഇപ്പോൾ പോലീസ് ഒന്നിലധികം ആളുകളുടെ കൊട്ടേഷൻ ഉണ്ടാകാം എന്ന് പോലും സംശയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു സാധ്യത ആലോചിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ രക്ഷപ്പെടുത്താനായിരിക്കുമോ? കാരണം ഇവിടെ അഡ്വക്കേറ്റ് അജയകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സുനിക്ക് ഒരു ഫോൺ കിട്ടിയാൽ ആദ്യം വിളിക്കാൻ ഈ നമ്പറുകൾ ഹൃദിസ്ഥമാണ്, അല്ലെങ്കിൽ അതിവേഗം ആ നമ്പർ ആരോ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രബലരിലേക്ക് ഇവർ പോയിട്ടുണ്ട്. ഇനി പ്രബലർ തിരിച്ചും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ തെളിവുകളാണ് കിട്ടേണ്ടത്. ആ ഘട്ടത്തിൽ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യം നിറഞ്ഞ രൂപത്തിലാണ് സംസാരിക്കുന്നത് എങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ജോർജ് ജോസഫ് എന്ന് പറഞ്ഞ മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു കാര്യം വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എങ്കിൽ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ യുക്തിക്കനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. അല്ലാത്ത പക്ഷം ഇൻവെസ്റ്റിഗേഷൻ ഓരോരുത്തരുടെ നിഗമനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥ സത്യങ്ങൾ മൂടി വയ്ക്കപ്പെടുന്നു. ഇവിടെയും സംഭവിക്കുന്നതാണ്. ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് പ്രതിയെയും കുഴപ്പിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന വൻസ്രാവുകളോ കുട്ടിമീനുകളോ ഒന്നും പുറത്തു വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന യാഥാർത്ഥ്യം എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൽ യാതൊരു തരത്തിലുള്ള യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നിരത്തി പിന്നെ അത് യഥാർത്ഥമായ ഇൻവെസ്റ്റിഗേഷൻ നടന്നില്ല. പൊതുജനങ്ങളുടെ കളിയിൽ നിങ്ങൾ പുകമറ സൃഷ്ടിച്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ താറുമാറാക്കുന്നു. ഇവിടെ ആര് കുറ്റം ചെയ്തു, എങ്ങനെ കുറ്റം ചെയ്തു എന്നല്ല, ആ ചെയ്ത രീതികളെ കുറിച്ചും അതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ പിന്നിലുള്ള ഗൂഢാലോചനയെ കുറിച്ചുമാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവരേണ്ട സംഗതികളെന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകിച്ചും പറയുന്നു. ശരി, അവസാനമായി ശ്രീ ബൈജു കൊട്ടാരക്കൽ, കാര്യങ്ങൾ നേരായ രൂപത്തിൽ പോകാതെയാണ് ഇരിക്കുന്നത് എങ്കിൽ ഈ പ്രകടനമെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ പോലീസിന്? ഇതിൻ്റെ ഒരു വിനയം കാണിച്ചുകൂടെ പോലീസ്? ആലുവ ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടായി ഇനി 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂടെ കിട്ടിയാൽ ഇത് പൂർത്തിയാക്കാമെന്ന്. അതുപോലെ തന്നെ പരിഹാസ്യമായ ഒന്നാണ് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബ്. അതെന്താ സിനിമാ ലൊക്കേഷനാണോ? നാട്ടിലുള്ള ആളുകൾക്ക് അവിടെ വന്ന് നിന്നാൽ ഇപ്പോൾ സിനിമാ താരങ്ങളെ കാണാമല്ലോ വന്നും പോയും ഇരിക്കുന്നത്. ഈ രൂപത്തിൽ ഉള്ള ഒരു അന്വേഷണം അവിടെ ഇങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ പറയുന്ന താരപ്പകിട്ടോടെ നടക്കേണ്ടതുണ്ടോ? ഞാൻ എല്ലാവർക്കും അതിനകത്ത് സംശയമുണ്ട് വേണം. ഇപ്പം സംസാരിച്ച അഡ്വക്കേറ്റ് BA ആളൂരുണ്ടല്ലോ, ഈ ആളൂർ പറഞ്ഞതിനകത്ത് പോലും വലിയ സംശയമുണ്ട്. ഈ ആളൂര് ഇവിടെ വന്ന് ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം മാത്രമല്ലേ ഇതിൻ്റെ ഒരു വേറൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്ന മൊത്തത്തിൽ. ഈ പറഞ്ഞ ഈ പോലീസ് ഈ പ്രതികളെ കൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ പറയിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ആളൂർ എന്ന് വന്ന് ജയിലിൽ വന്ന് കണ്ടോ, അതിൻ്റെ പിറ്റേ ദിവസം മുതൽ സുനിയാണെങ്കിലും ശരി, കൂടെ കിടക്കുന്ന തടവുകാരാണെങ്കിലും ശരി, എല്ലാവരും മാറ്റി 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 പറയുന്നു എഴുത്തിയത് അവനാണ്, പിന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. അഭിഭാഷകന്റെ മികവ്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഒരു സിനിമ താങ്കൾ സംവിധാനം ചെയ്യുമ്പോൾ താങ്കൾക്ക് ആ കാര്യത്തിലുള്ള മികവ് പോലെയാണ് ആളൂരിന് ഈ കേസിൽ അദ്ദേഹം പ്രതിഭാഗത്തിന് വേണ്ടി അപ്പിയർ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ മികവ്. അല്ല വേണു ഞാൻ പറഞ്ഞു തീർന്നില്ല. അത് ഞാൻ പറഞ്ഞത് ഇത് അന്ന് മുതലാണ് ഇത് പറയാൻ തുടങ്ങിയത്. എന്നിട്ട് സത്യസന്ധതയെക്കുറിച്ച് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഞങ്ങളുടെയൊക്കെ നിഗമനം, എന്നെ ചിന്തിക്കുന്ന ആളുകളുടെ നിഗമനം എന്താണെന്നറിയാമോ? ഈ ആളൂര് ശരിക്കും സെറ്റിൽമെന്റിന് വേണ്ടി മാത്രം വന്നൊരു മനുഷ്യനാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അന്ന് മുതൽ ഈ കേസ് തെന്നിമറിയത്തില്ല. പോലീസ് ഒരുമാതിരിയെങ്കിലും വൃത്തിയായിട്ട് ഇത് അന്വേഷിച്ചേനെ, അല്ലെങ്കിൽ അന്വേഷിച്ചു കൊണ്ടുവന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് പുറത്തു കൊണ്ടുവന്നേനെ. ഈ ആളൂരിൻ്റെ സെറ്റിൽമെൻറ്റ് തന്നെയാണ് ഇതിനകത്ത് ഒന്നാം പ്രതിയായിട്ട് ഇപ്പം നിൽക്കുന്നത്. ആരാണോ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് അവർ തീർച്ചയായിട്ടും അവർ തന്നെയാണ് ഈ ആളൂർ എന്ന് പറഞ്ഞ വക്കീലിനെ വരുത്തിയതും പിന്നെ ജയിലിൽ പോയി കാണാൻ സൗകര്യമുണ്ടാക്കിയതും എന്നാണ് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? തീർച്ചയായിട്ടും പോലീസ് ഒരു കാര്യം ചെയ്യട്ടെ, ഈ ആളൂരിന് മേലൊരു 3-ാം മുറ പ്രയോഗിച്ചു നോക്കട്ടെ, അപ്പോൾ അറിയാം, വിവരം അറിയാം, പുറത്തു വരുന്ന വിവരങ്ങൾ അറിയാം. ശരി, എനിക്കിത് അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഏറ്റവും ചുരുക്കം വാക്കുകളിൽ അഡ്വക്കേറ്റ് അജയകുമാർ താങ്കൾ മറുപടി പറയുക. ഈ ആളൂർ ഇത്ര കുഴപ്പക്കാരനാണെങ്കിൽ പോലീസിന് ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്യാമായിരുന്നല്ലോ, ആളൂരിനെ ഒരു സാക്ഷിയാക്കാമായിരുന്നു. അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വക്കാലത്ത് എടുക്കാൻ കഴിയില്ല. കാരണം സാക്ഷിയാക്കൽ പിന്നെ ഈ പ്രതിക്ക് വേണ്ടി പിന്നെ വന്ന് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഒരു എതിർ വിസ്താരത്തെ എങ്ങനെ നേരിടും?
ആളൂര് ഈ സുനിയെ കണ്ട് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞല്ലോ ഗൂഢാലോചനയുണ്ടെന്ന് സുനി എന്നോട് പറയാതെ പറഞ്ഞു, പ്രബലരായ ആളുകളാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന്. ഒരു നോട്ടീസ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അന്വേഷണ സംഘം അങ്ങനെ ചെയ്യാതെ ആളൂർ വന്നതോടെ ആകെ തിരിമറിയലുണ്ടായി, ഇനിയിപ്പോൾ നിസ്സഹായമായി നിൽക്കുന്നു എന്നൊരു ഘട്ടത്തിലേക്ക്, ഒരു പരിതാപകരമായ നിലയിലേക്ക് അന്വേഷണ സംഘം പോകേണ്ടതുണ്ടായിരുന്നോ? ചുരുക്കം വാക്കുകളിൽ ഞാൻ ഈ ശ്രീമാൻ ആളൂർ ഒരു പ്രതിഭാഗം അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഞാൻ കൂടുതലായി അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ശ്രീ ബൈജു കൊട്ടാരക്കര പറഞ്ഞ ഒരു കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഏതൊരു പ്രതിയെ കൊണ്ടാണോ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യിച്ചത് അവൻ ബിട്രേ ചെയ്യപ്പെടുന്നു എന്നറിഞ്ഞാൽ ആ പ്രതി ഏറ്റവും കൂടുതൽ ശക്തിയോടുകൂടി, ഏറ്റവും കൂടുതൽ വൈരാഗ്യത്തോടുകൂടി അവനെ ബിട്രേ ചെയ്തവനെതിരായിട്ട് തിരിയും. അത് ലോകത്തിലെ ഏത് കുറ്റകൃത്യത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സാധാരണ ഒരു വക്കീൽ ഡിഫെൻഡ് ചെയ്താൽ ഇതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, എങ്ങനെയും ഇത് വാങ്ങണം എന്ന് ശക്തനായ ഒരു അഭിഭാഷകനെ ഇനി പുറത്തുള്ളവർ, ചിലപ്പോൾ ഇവർക്ക് ജയിലിന് പുറത്തുള്ളവരും ഈ ഗൂഢാലോചനയിൽ ഇവരുടെ സംഘത്തിൽപ്പെട്ടവരെ പോലും പിടിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരിലൂടെ എത്താം. രണ്ടാമത്തെ സാഹചര്യം, എങ്ങനെയും ഈ നടനെ കൊടുക്കണമെങ്കിൽ യവനെ കൊണ്ട് ഇങ്ങനെ പറയിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് ഉണ്ടാകാം. ഇത് രണ്ടും തുല്യ പ്രാധാന്യമുള്ള കാര്യങ്ങളാവുകൊണ്ട് പോലീസ് തീർച്ചയായും ജാഗ്രതയോടുകൂടി ഇതിൻ്റെ രണ്ട് വശങ്ങളും അന്വേഷിച്ചതിന് ശേഷം വേണം ഒരു തീരുമാനത്തിൽ എത്തേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.